بسم الله الرحمن الرحيم. وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1822 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫിലെ 36, 37 എന്നീ ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص إن في ذلك لذكرى لمن كان له قلب وألقى السمع وهو شهيد. صدق الله العلي العظيم. സൂറത്ത് ഖാഫിലെ 36, 37 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യവിശ്വാസികളും അള്ളാഹുവിന്റെ മാർഗത്തില് ത്യാഗമനസ്കതയോടുകൂടി നിലകൊള്ളുകയും ചെയ്തവരുമായ ആളുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ആ രംഗം അവർ വിജയികളായി പ്രഖ്യാപിക്കപ്പെടുന്ന ആ സമയത്ത് തന്നെ സ്വർഗം അവരിലേക്ക് അടുപ്പിക്കപ്പെടുന്നു. ജന്നത്ത് അവരുടെ ചാരത്തേക്ക് അടുപ്പിക്കപ്പെടുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളുടെ തുടക്കത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് എന്നാണ് ആ ഘട്ടത്തിൽ അള്ളാഹു അവരോടായിട്ട് പറയുന്നത്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. ശ്രദ്ധയും കരുതലും ഉള്ള വിധത്തില് അള്ളാഹുവിലേക്ക് നിരന്തരമായി പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾക്കായിട്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഈ സ്വർഗം, അല്ലെങ്കിൽ സ്വർഗത്തിലെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനങ്ങളൊക്കെയും എന്നാണ് അവരോടായിട്ട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്നത്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. എന്നിട്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന ആളുകളുടെ ചില പ്രത്യേകതകളും കൂടി അള്ളാഹു തുടർന്ന് വിവരിക്കുന്നുണ്ട്. അത് നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ നമ്മൾ കണ്ടു. അദൃശ്യതയിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും അതുപോലെ പശ്ചാത്താപ വിവശതയുള്ള അള്ളാഹുവിലേക്ക് നിരന്തരമായി മടങ്ങാൻ ഒരുക്കമുള്ള ഹൃദയവുമായിട്ട് വന്നു ചേരുന്ന, അങ്ങനെയുള്ള ഒരു മനസ്സുമായിട്ട് വന്നു ചേരുന്ന ആളുകളാണ് അവർ. അവരോടായിട്ട് പറയപ്പെടുന്നത് ദുഖുലൂഹാ ബിസലാം, നിങ്ങൾ സമാധാന ചിത്തരായി, സമാധാനം അനുഭവിക്കുന്നവരായി, സമാധാനം ആശംസിക്കപ്പെടുന്നവരായി അങ്ങോട്ട് പ്രവേശിച്ചു കൊള്ളുക. ദാലിക യൗമുൽ ഖുലൂദ്, അത് നിത്യതയുടെ ദിനമാണ് എന്നുകൂടിയാണ് അവരോട് പറയപ്പെടുകയുണ്ടായത്. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. അവർക്ക് ആ സ്വർഗത്തില് അവരുദ്ദേശിക്കുന്നതൊക്കെയും ഉണ്ട്, അതിനപ്പുറത്തേക്കും പലതും അള്ളാഹു അവർക്കായിട്ട്
ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലധികമായിട്ടും പലതും അള്ളാഹു അവർക്ക് സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് അവരോട് പറയപ്പെടുന്നത്. അതിനെ തുടർന്ന് വീണ്ടും അഭിസംബോധന ചെയ്യപ്പെടുന്ന മക്കയിലെ ആളുകളുടെ നേരെ അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് അള്ളാഹു തിരികെ എത്തുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ള ഈ രണ്ടായത്തുകളിൽ അവരെ ഓർമ്മപ്പെടുത്തുന്നത് പൂർവിക കാലങ്ങളിൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്ന സമൂഹങ്ങളെ, അതിനെ തുടർന്ന് അള്ളാഹു നശിപ്പിക്കുകയുണ്ടായ സമൂഹങ്ങളുടെ കാര്യമാണ് അള്ളാഹു അവരെ കേൾപ്പിക്കുന്നത്, അവരെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ കാണിക്കുന്ന വിധത്തിലുള്ള നിഗളിപ്പും അല്ലെങ്കിൽ ധിക്കാരവും അനുസരണക്കേടും ഒക്കെ അതിലൊന്നും പറയത്തക്ക പുതുമയൊന്നുമില്ല. എത്രയോ സമൂഹങ്ങൾ മുമ്പ് ഇതേ നിലപാട് സ്വീകരിച്ചവരായി കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും അള്ളാഹുവിനെ വെല്ലുവിളിച്ച് അള്ളാഹുവിന്റെ വിധി നിശ്ചയങ്ങളെയും നിർണയങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ച് അതിനെയൊന്നും അതിജയിക്കുകയുണ്ടായിട്ടില്ല. അവരാരും രക്ഷാസങ്കേതങ്ങള് അള്ളാഹുവിനെ തോൽപ്പിച്ചുകൊണ്ട് കണ്ടെത്തിയ ആളുകളും അല്ല. ഈ വിധത്തിലാണ് മക്കയിലെ അഭിസംബോധിതരായ ആളുകളെ താക്കീത് ചെയ്യുന്ന വിധത്തിൽ അള്ളാഹു കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത്. വകം അഹ്ലക്കിന ഖബ്ലഹും മിൻ ഖർനിൻ, ഇവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. വകം അഹ്ലക്കിന, നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഖബ്ലഹും, ഇവർക്ക് മുമ്പായിട്ട്. മിൻ ഖർനിൻ, തലമുറകൾ. എത്രയോ സമൂഹങ്ങളെ അല്ലെങ്കിൽ എത്രയോ സമുദായങ്ങളെ ഇവർക്ക് മുമ്പായിട്ട് നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്, അവരുടെ അനുസരണക്കേടും ധിക്കാരവും ഒക്കെ കാരണമായിട്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കർണ് എന്നാണ്. കർണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു കാലഘട്ടവും അല്ലെങ്കിൽ ഒരു തലമുറ എന്നൊക്കെയാണ്. അപ്പൊ എത്രയെത്ര തലമുറകളെയാണ്, എത്രയെത്ര സമൂഹങ്ങളെയാണ് നാം നശിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. ഹും അശദ്ദു മിൻഹും ബത്ശ, ഇവരെക്കാളൊക്കെ കരുത്തന്മാരായിരുന്നു അവര് ബത്ശത്തിന്റെ കാര്യത്തിൽ ഇവരെക്കാളൊക്കെ ശദീദായിരുന്ന ആളുകളായിരുന്നു. ഇവരെക്കാൾ വലിയ ബലവാന്മാരായ, ശക്തന്മാരായ, കരുത്ത് കാണിച്ചിരുന്ന, വലിയ സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് നിഗളിക്കാൻ സാധിച്ചിരുന്ന ആളുകളാണ് അവർ. മക്കയിൽ ഇപ്പോൾ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളുകളെക്കാളൊക്കെ എല്ലാ നിലക്കും കരുത്തും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന, സൈനിക ബലവും ആൾബലവും രാഷ്ട്രീയമായ സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്ന വലിയ കേമന്മാരായിരുന്നു ആ സമൂഹങ്ങൾ. പക്ഷെ അതൊന്നും അള്ളാഹുവിന്റെ നടപടി ഉണ്ടായ ഘട്ടത്തില് അതിനെ നേരിടുന്നതിൽ അവർക്ക് പ്രയോജനപ്പെടുകയുണ്ടായിട്ടില്ല. ആ കരുത്തും ശക്തിയും ഒക്കെ ഭൗതിക ലോകത്ത് കുറച്ചു കാലം അവർ പ്രകടിപ്പിക്കുന്നു എന്നതല്ലാതെ അവർക്കായി അള്ളാഹു നിശ്ചയിച്ച നടപടികൾ വന്നു ചേരുമ്പോൾ അതുകൊണ്ടൊന്നും അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല. അവരൊരു രക്ഷാസങ്കേതം അവയൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് കണ്ടെത്തുകയും ഉണ്ടായിട്ടില്ല. അപ്പോ വകം അഹ്ലക്കിന ഖബ്ലഹും മിൻ ഖർനിൻ ഹും അശദ്ദു മിൻഹും ബത്ശൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഫനഖബു ഫിൽ ബിലാദ്, അവര് സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തേരോട്ടം നടത്തുകയുണ്ടായി. അല്ലെങ്കിൽ വലിയ വിധത്തിൽ അവരുടെ കരുത്തും ശക്തിയും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള പ്രകടനം അവര് കാഴ്ച വെക്കുകയുണ്ടായി. ഫനഖബു ഫിൽ ബിലാദ്, നാടുകളിലൊക്കെയും തന്നെ അവർ വിഹരിച്ചു നടന്നു. അപ്പൊ ഒരു സമൂഹം കരുത്താർജിക്കുകയും അവര് രാഷ്ട്രീയമായും സൈനികമായും ഒക്കെ ശക്തി പ്രാപിക്കുകയും ചെയ്താൽ പിന്നെ ദൈവബോധമില്ലാത്തൊരു കൂട്ടരാണ് അവരെങ്കിൽ, അള്ളാഹുവിന് വിധേയപ്പെടുന്ന നിലപാടോ മനസ്ഥിതിയോ ഒന്നും ഇല്ലാത്തവരാണ് അവരെങ്കിൽ, അവര് ലോകത്ത് ഇതര സമൂഹങ്ങളോട് എങ്ങനെയാണ് പെരുമാറുക എന്നതിലേക്ക് അള്ളാഹു ഒരു സൂചന നൽകുകയാണ് ഇവിടെ.
അതിന്റെ നല്ലൊരു ഉദാഹരണമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയുടെ നിലപാടുകൾ. പിന്നിട്ട ഒരു 75 വർഷക്കാലം രണ്ടാം ലോക യുദ്ധത്തിനെ തുടർന്ന് ലോകത്ത് ഒരു വൻ ശക്തിയായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത് അമേരിക്കയാണ്. നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. രണ്ടാം ലോക യുദ്ധത്തിന് വേണ്ടി ഒരുക്കൂട്ടിയതും അതിനു വേണ്ട സൈനിക സന്നാഹങ്ങൾ ഒരുക്കിയതൊക്കെ ബ്രിട്ടന്റെ നേതൃത്വത്തിലാണ്. പക്ഷെ യുദ്ധം അവസാനിക്കുന്നതോടെ അമേരിക്കയാണ് ഒരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് എമേർജ് ചെയ്യുന്നത്, രംഗത്ത് വരുന്നത്. പിന്നീട് അങ്ങോട്ട് ലോകത്ത് അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങൾക്കൊന്നും ഒരു കണക്കുമില്ല. എത്രയോ രാജ്യങ്ങൾ അവര് തകർത്തെറിഞ്ഞിട്ടുണ്ട്. എത്രയോ രാഷ്ട്ര നേതാക്കന്മാരെ അവർ കൊന്നൊടുക്കിയിട്ടുണ്ട്. അവരുടെ രംഗപ്രവേശം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ രണ്ടാം ലോക യുദ്ധം അവസാനിക്കുന്നതിന്റെ തൊട്ടു മുമ്പായി ആ ഘട്ടത്തിലാണ് അവര് ജപ്പാനിലെ 2 പട്ടണങ്ങള് നശിപ്പിക്കുകയുണ്ടായത്. അണുബോംബ് വർഷിച്ചുകൊണ്ട് നശിപ്പിച്ചത് അവരുടെ ആ എമർജൻസിന്റെ ഭാഗമായിട്ടാണ്. പിന്നീട് അങ്ങോട്ട് എത്രയോ രാജ്യങ്ങളെ, ഇപ്പൊ മധ്യപൗരസ്ത്യ ഭൂപ്രദേശങ്ങളിൽ അവര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിനാശങ്ങൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നത് അള്ളാഹുവിന് വിധേയപ്പെടാത്ത ഒരു സമൂഹം വലിയ കരുത്തും അധികാരവും ശക്തിയും ഒക്കെ നേടുമ്പോഴാണ്. നമ്മള് ഒരു 40-40 വർഷങ്ങളായി ഇറാൻ വിപ്ലവം നടന്നതിന് ശേഷമുള്ള സംഭവങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോ ഈ കാലഘട്ടത്തിന് സൈനികമായും അതുപോലെ ആയുധബലത്തിലും ഒക്കെ ആ രാജ്യം ആർജിച്ചിട്ടുണ്ടെങ്കിലും അവര് ഒരു പരിഗണനീയമായ ഒരു ശക്തിയായിട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും അവര് ദൈവബോധമുള്ള ഒരു സമൂഹമാണ് എന്നതിനാൽ തന്നെ ഒരാളുടെയും നേരെ, ഒരു നാടിന്റെയും നേരെ, ഒരു സമൂഹത്തിന്റെയും നേരെ അക്രമികളായിട്ട് അവർ രംഗത്ത് വരികയുണ്ടായിട്ടില്ല. നമ്മളത് നിരീക്ഷിക്കുന്നുണ്ട്, അങ്ങനെ കാണുന്നുണ്ട് ഈ സംഭവങ്ങൾ. അപ്പോ അക്രമത്തിന്റെ വഴി സ്വീകരിക്കാതിരിക്കുന്നതിന് അള്ളാഹുവിന് വിധേയപ്പെട്ട ആളുകൾ അവര് സ്വാഭാവികമായിട്ട് തന്നെ അവരുടെ മനസ്സും അവരുടെ നിലപാടുകളൊക്കെ അങ്ങനെയായിരിക്കും. അവരൊരിക്കലും തന്നെ അക്രമത്തിന്റെ ആളുകളായിട്ട് മാറുകയില്ല. എപ്പോഴെങ്കിലും അത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അക്രമത്തിന്റെ വഴിയിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അവര് അള്ളാഹുവിനെ വിസ്മരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് എത്രയോ സമൂഹങ്ങളെ നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. മക്കയിലെ ഇപ്പോഴത്തെ ഈ ആളുകളെക്കാളൊക്കെ എത്രയോ കരുത്തന്മാരായിരുന്നു അവര്. ഹും അശദ്ദു മിൻഹും ബത്ഷ എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവരെക്കാളൊക്കെ കരുത്തും ശക്തിയും ഉണ്ടായിരുന്നവരാണ്. ഫനഖബു ഫിൽ ബിലാദ്, അങ്ങനെയാണ് അവര് നാടുകളിലൊക്കെ വല്ലാത്ത അധികാരവും ശക്തിയും ഒക്കെ കാണിച്ചുകൊണ്ട് വിഹരിക്കാൻ തുടങ്ങിയത്. ശരിക്കും ഇപ്പോ കഴിഞ്ഞ 2-3 മാസങ്ങൾക്കുള്ളിൽ അമേരിക്ക ഇറാനോട് ചെയ്തിട്ടുള്ള ആ അക്രമങ്ങൾക്കാണ് ഈ പദം ഏറ്റവും ചേരുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുമ്പ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ലിബിയയിലും ഒക്കെ അവിടെയുള്ള സംവിധാനങ്ങളെ മുഴുവനും തകർത്തെറിഞ്ഞുകൊണ്ട് ലോകത്ത് ഏറ്റവും വലിയ അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നിലകൊള്ളുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത് ദൈവബോധമില്ലാത്ത, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിന് ഭൗതികാർത്ഥത്തിലുള്ള കരുത്തും അധികാരവും ഒക്കെ ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്ന ഒരു ദുരന്തമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ ഈ ആളുകള് ഹും അശദ്ദു മിൻഹും ബത്ശം ഫനഖബു ഫിൽ ബിലാദ്, അവര് വലിയ കരുത്തന്മാരായിരുന്നു. ആ കരുത്ത് കാണിച്ചുകൊണ്ട് തന്നെ അവര് നാടുകളിൽ വിഹരിക്കുകയുമായിരുന്നു. നാടുകളിലെ സംവിധാനങ്ങളെയും വ്യവസ്ഥിതികളെയും ഒക്കെ തകർത്തെറിയുന്നവരായിട്ടാണ് അവര് അവിടങ്ങളിൽ വിഹരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്, ഹൽ മിൻ മഹീസ്, അവർക്ക് എന്നിട്ട് ഒരു രക്ഷാസങ്കേതം കണ്ടെത്താൻ പറ്റിയോ? അവരെ
വലിയ വെല്ലുവിളി നേരിടുന്ന, അവർക്ക് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു ഘട്ടത്തിൽ സുരക്ഷിതമായി ഒളിഞ്ഞിരിക്കാൻ പറ്റിയ ഒരു താവളം അവർക്ക് കണ്ടെത്താൻ പറ്റിയോ എന്നതാണ് ചോദ്യം. അൽ മിൻ മഹീസ്. അള്ളാഹുവിന്റെ നടപടി ഉണ്ടായപ്പോ, അള്ളാഹു അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുതിർന്നപ്പോ അവർക്ക് രക്ഷപ്പെടാൻ വല്ല രക്ഷാസങ്കേതവും കണ്ടെത്താൻ സാധിച്ചുവോ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. അപ്പൊ അള്ളാഹുവിന്റെ നടപടികളെ നേരിടാൻ ഇവരുടെ കയ്യിലുള്ള കോപ്പൊന്നും ഒട്ടും മതിയായതല്ല എന്നൊരു കാര്യമാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇന്ന ഫീ ദാലിക, എന്നിട്ട് അതിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, നിശ്ചയമായിട്ടും ആ ഒരു കാര്യത്തിൽ പൂർവിക സമൂഹങ്ങള് ഒട്ടേറെ നശിപ്പിക്കപ്പെടുകയുണ്ടായി. വലിയ കരുത്തന്മാരും ശക്തന്മാരും ഒക്കെ ആയിരുന്നിട്ട് പോലും, നാടുകളിൽ വലിയ അരാജകത്വം അഴിച്ചു വിട്ടുകൊണ്ട് വിഹരിക്കുന്ന, അതിനൊക്കെ കഴിഞ്ഞിരുന്ന ആളുകളായിരുന്നിട്ട് പോലും അവർക്ക് അള്ളാഹുവിന്റെ നടപടി ഉണ്ടായപ്പോ അതിനെ നേരിടാൻ, അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരു സങ്കേതം കണ്ടെത്താനൊന്നും സാധിക്കുകയുണ്ടായിട്ടില്ല. അവർക്കൊരു താവളം കണ്ടെത്താൻ, രക്ഷാസങ്കേതം കണ്ടെത്താനൊന്നും സാധിച്ചിട്ടില്ല. നിശ്ചയമായിട്ടും ഈ അനുഭവത്തിൽ, പിന്നിട്ട് സമൂഹങ്ങളുടെ ഇത്തരം അനുഭവങ്ങളിൽ ലദിക്ര, ഒരു ഉത്ബോധനമുണ്ട്, ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതിൽ കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തല് ഈ ചരിത്ര സംഭവങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ആർക്കാണ്? ലിമൻ കാന ലഹു ഖൽബുൻ, മനസ്സുള്ളവർക്ക്, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള സന്നദ്ധതയുള്ള, വഹുവ ഷഹീദ്, കാര്യങ്ങളെ വിലയിരുത്തി ഉൾക്കൊണ്ട് മനസ്സിലാക്കാനുള്ള സന്നദ്ധതയുള്ള ഹൃദയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിൽ വലിയ പാഠം അടങ്ങിയിട്ടുണ്ട്. വലിയ ഓർമ്മപ്പെടുത്തലും ഉത്ബോധനവും ഈ അനുഭവങ്ങളിൽ അവർക്ക് അടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പൂർവിക കാലഘട്ടങ്ങളിലെ മറ്റു സമൂഹങ്ങളുടെ അനുഭവങ്ങൾ തന്നെ പിന്നീട് വരുന്ന പലർക്കും, അവര് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ സന്നദ്ധതയുള്ള, ജാഗ്രതയുള്ള സമൂഹങ്ങളാണെങ്കിൽ ആ മുൻകഴിഞ്ഞു പോയവരുടെ അനുഭവങ്ങളിൽ തന്നെ ഇവർക്ക് ചില പാഠങ്ങള്, ചില ഓർമ്മപ്പെടുത്തല്, ചില ഉത്ബോധനം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് തന്നെ മതിയാകും. സ്വന്തമായിട്ട് അത്തരം അനുഭവങ്ങൾ ഏറ്റുവാങ്ങണമെന്നില്ല. പൂർവിക സമൂഹങ്ങൾ ഏറ്റുവാങ്ങിയ അനുഭവങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ തന്നെ അവർക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ ആർക്കാണ് അല്ലാഹുവിടെ ലദിക്ര എന്ന് പറയുന്നത്? അവർക്കൊരു ഉത്ബോധനമുണ്ട്, ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്, ഒരു വലിയ പാഠം അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ലിമൻ കാന ലഹു ഖൽബുൻ, ഹൃദയമുള്ള ഒരുവൻ. അതുപോലെ ഔ അൽഖസ്സമ്മ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയുന്നവൻ. ആളുകള് ഈ കഴിവുകളൊന്നും ഉള്ള അവസ്ഥയിലായിക്കൊള്ളണമെന്നില്ല എപ്പോഴും. ചിലര് ഹൃദയവും മസ്തിഷ്കവും ഒക്കെ അവർക്ക് ഉണ്ടാകും, പക്ഷെ ഒന്നും വേണ്ട വിധത്തിൽ സമയോചിതമായിട്ട് മനസ്സിലാക്കാൻ അവര് സന്നദ്ധരായിക്കൊള്ളുന്നില്ല. അതുപോലെ കാതുകൾ ഉണ്ടാകും, കർണപുടത്തിനൊന്നും ഒരു കേടും ഉണ്ടാവില്ല, ശബ്ദമൊക്കെ അവരുടെ കാതുകളിൽ ചെന്ന് പതിയുന്നൊക്കെ ഉണ്ടാകും, പക്ഷെ അത് കേട്ടു എന്നതിന്റെ ഗുണം അവർക്കുണ്ടാവുകയില്ല. ചില ആളുകൾ കേൾക്കുന്നത് അങ്ങനെയാണ്, കേൾവി അവർക്ക് പ്രയോജനപ്പെടുകയില്ല. കേൾക്കുന്നുണ്ടാവും, അവരുടെ ഫിസിക്കൽ ഇയർ അവര് കാര്യങ്ങൾ കേൾക്കുന്ന വിധത്തിൽ തന്നെയാണ് ഉള്ളത്, പക്ഷെ ആ കേൾക്കുന്ന സംഗതിയിൽ നിന്ന് എന്തെങ്കിലും ഗുണം അവർക്ക് ലഭിക്കുന്ന ഒരവസ്ഥയിൽ അല്ല അവരുള്ളത്. അതിന് കാരണം അവരുടെ മനസ്സ് ആ ധിക്കാരപരമായ നിലപാടിൽ തന്നെയാണുള്ളത് എന്നതാണ്. അപ്പൊ കാര്യങ്ങളെ ജാഗ്രതയോടുകൂടി മനസ്സിലാക്കാൻ സന്നദ്ധതയുള്ള, കാര്യങ്ങളെ കേൾക്കാനും അതിന്റെ പ്രയോജനം നേടാനും സന്നദ്ധതയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ അനുഭവങ്ങളിൽ, ഈ പിന്നിട്ട കാലത്തെ സമൂഹങ്ങളുടെ അനുഭവങ്ങളിൽ വലിയ ഓർമ്മപ്പെടുത്തലുണ്ട്, വലിയ പാഠമുണ്ട്, വലിയ ഉത്ബോധനം അടങ്ങിയിട്ടുണ്ട്. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യൂല.
പ്രയോജനം ചെയ്യാത്തത് ഇതിൽ പാഠങ്ങളില്ലാത്തത് കൊണ്ടോ അത് ഓർമ്മപ്പെടുത്തലാവാത്തത് കൊണ്ടോ അതിൽ വളരെ ഫലപ്രദമായ ഉത്ബോധനമില്ലാത്തത് കൊണ്ടോ അല്ല. അതിന്റെ കാരണം ഈ കേൾക്കുന്ന ആളുകൾ അത് ഉൾക്കൊള്ളുന്നവരല്ല. അതുപോലെ ഈ ഹൃദയങ്ങളുണ്ട്, പക്ഷെ ആലോചനയില്ലാത്ത ഒരു പ്രകൃതമാണ് അവർക്കുള്ളത്, ഒരു നിലപാടാണ് അവർ കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുമ്പോ ഇതുപോലെയുള്ളത് എത്ര തന്നെ അറിയാനിടയായാലും അവർക്കത് പ്രയോജനം ചെയ്യുകയില്ല. അപ്പോ മക്കയിലെ അഭിസംബോധിതരായ ആളുകളെ വളരെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്ന, അവരെ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി ഉണർത്തുന്ന ചില കാര്യങ്ങളാണ് ഈ രണ്ടായത്തുകളിലായിട്ട് അടങ്ങിയത് നമുക്ക് കാണാൻ സാധിക്കുക. വക്കം അഹ്ലക്ന ഖബ്ലഹും മിൻ ഖർനിൻ, ഇവർക്ക് മുമ്പ് എത്ര തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നാം നശിപ്പിച്ചതായിട്ട്. എത്ര തലമുറകളെ, എത്ര സമൂഹങ്ങളെ നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഇവരെക്കാളൊക്കെ ശക്തി ഉണ്ടായിരുന്നവരാണ് അവര്. അവർക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ശക്തിയുള്ള വലിയ കരുത്തുള്ള ആളുകൾ. അത് പിന്നെ മക്കയിലെ ആളുകളോട് പറയേണ്ടതില്ലല്ലോ. അവരുടെ മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങളെ കുറിച്ച് പറയുന്നത് കൊണ്ടേ കാര്യമുള്ളൂ. നിങ്ങൾക്ക് ശേഷവും അങ്ങനെ കുറെ കൂട്ടർ വരും എന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പൊ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പ് എത്ര തലമുറകൾ കഴിഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര തലമുറകളെ നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അവര് വലിയ കരുത്തന്മാരായിരുന്നു. അവരുടെ നാഗരികതയൊക്കെ വളരെ വലിയ വളർച്ച നേടിയ, അതുപോലെ അവരുടെ സൈനിക ബലം ഒക്കെ വളരെ ഗംഭീരമായിരുന്ന ഒക്കെ ആളുകളാണ്. പക്ഷെ ഫനഖബു ഫിൽ ബിലാദ്, അവര് നാടുകളിലൊക്കെയായി വിഹരിക്കാൻ തുടങ്ങി. അവരുടെ കരുത്തും ശക്തിയൊക്കെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വല്ലാത്ത ധിക്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ലോകത്ത് നിന്ന് നമ്മൾ കാണുന്നുണ്ട്, ലോകത്ത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അക്രമിയായ, ഏറ്റവും വലിയ ദ്രോഹിയായ രാജ്യം കഴിഞ്ഞ ഒരു 3/4 നൂറ്റാണ്ടായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഏറ്റവും വലിയ ടെററിസ്റ്റ് രാജ്യം, അതെല്ലാവർക്കും അറിയാം. കാരണം ഏറ്റവും വലിയ ഭീകരാക്രമണം ലോകത്ത് അഴിച്ചുവിട്ടത് അവരാണ്. അവരുടെ എമർജൻസിന്റെ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധത്തില് ജപ്പാനിലെ 2 പ്രമുഖ പട്ടണങ്ങളെ അണുബോംബ് കൊണ്ട് നശിപ്പിച്ച കൂട്ടരാണ് അവര്. ലോകത്ത് ആദ്യമായിട്ട് അത്രയും വിനാശകരമായ അക്രമം അഴിച്ചുവിടുന്നത് ആ രാജ്യമാണ്. പിന്നീട് അങ്ങോട്ട് എത്രയോ രാജ്യങ്ങളെ അവര് തകർത്തെറിയുണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അമേരിക്ക നിലകൊള്ളുന്നത്? അമേരിക്കക്ക് വല്ല ആദർശമുണ്ടോ? അമേരിക്കക്ക് ലോകത്തിനോട് പറയാൻ വല്ല സന്ദേശമുണ്ടോ? ഇനി അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇറാൻ പോലെയുള്ള രാജ്യങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂക്ലിയർ ഡിസാർമമെന്റ് ആണ്, ആണവ നിരായുധീകരണം പോലെയുള്ള സംഗതികളാണ് എങ്കിൽ അക്കാര്യത്തിൽ അവര് എന്നെങ്കിലും ഒരു മാതൃകയായിട്ടുണ്ടോ? ഒരിക്കലും ആയിട്ടില്ല. അവരാണ് ഏറ്റവും വലിയ അക്രമം ഈ ആണവോർജം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അവരാണ്. രാജ്യങ്ങളെ തകർത്തെറിയുന്നതിന് എത്രയോ തവണ ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരുന്നത് അവരാണ്. എന്നിട്ട് അവരാണ് എന്തോ മറ്റുള്ളവരെ കുറ്റവാളികളാണ് എന്ന നിലക്ക് അവരുടെ മേൽ കുറ്റം ചാർത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നാടുകളിൽ വിഹരിച്ച് വലിയ കലാപവും കുഴപ്പവും ഒക്കെ ഉണ്ടാക്കി അവരങ്ങനെ കരുത്തിന്റെ ബലത്തിൽ മാത്രമാണ്. ഇന്ന് ഈ പെട്രോളും അതുപോലെ ഡോളറിന്റെ മൂല്യവും തമ്മിൽ ടൈഡപ്പ് ആയിട്ട് നിൽക്കുന്ന പിന്നിട്ട ദശകങ്ങളില് നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണല്ലോ അത്. അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ലോകത്ത് മിലിറ്ററി മൈറ്റ് കൊണ്ട് കണ്ണുരുട്ടി ഭയപ്പെടുത്തിക്കൊണ്ട് മറ്റു രാജ്യങ്ങളെ അടക്കി നിർത്തുന്ന ഒരു സംഗതി അമേരിക്ക ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ലോകത്ത് ഒരു വിലയും ഇല്ലാത്ത ഒരു കറൻസിയായി മാറുമായിരുന്നു ഡോളർ. പക്ഷെ ഡോളറിന് ഇൻട്രിൻസിക് ആയ വല്ല മൂല്യമുള്ളത് കൊണ്ടോ അതിന് വല്ല ബൈയിങ് പവർ, പർച്ചേസിങ് പവർ ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച്
സൈനിക ബലത്തിന്റെ കണ്ണുരുട്ടലിൽ മാത്രമാണ് ആ കറൻസി നിലനിൽക്കുന്നത്, ആ കറൻസിക്ക് ആ മൂല്യം കൽപ്പിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള അക്രമം ചെയ്തുകൊണ്ട് രാജ്യങ്ങൾ അടക്കി വാഴുന്ന ഒരു പ്രവർത്തനമാണ് പിന്നിട്ട 3/4 നൂറ്റാണ്ട് കാലമായിട്ട് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവര് ലോകത്തിന്റെ മേൽ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി മുതിരുമ്പോ പലപ്പോഴും ചില ന്യായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും. ഈ ന്യായങ്ങൾ പറയാനുള്ള എന്ത് ധാർമ്മികമായ അവകാശമാണ് അവർക്കുള്ളത് എന്നത് ആരെങ്കിലും പരിശോധിക്കുകയാണെങ്കിൽ യാതൊരു നിലക്കും അവർക്ക് അവകാശമില്ല എന്ന് മാത്രമല്ല, ലോകത്ത് കരുത്തുള്ള ശക്തിയുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അവരെ യുദ്ധക്കുറ്റവാളികളായിക്കൊണ്ട് പരിഗണിച്ച് അവരുടെ മേൽ ശിക്ഷ നടപ്പിലാക്കാൻ എത്രയോ കാരണങ്ങൾ അവരുണ്ടാക്കി വെച്ചത് തന്നെ ധാരാളം ഉണ്ടാകും. ഇതാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. അപ്പോ പിന്നിട്ട പല സമൂഹങ്ങളും നാടുകളില് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിഹരിക്കുകയൊക്കെ ചെയ്തപ്പോ അള്ളാഹുവിന്റെ നടപടി ഉണ്ടായപ്പോ ഹൽമിൻ മഹീസ്, അവർക്ക് വല്ല രക്ഷാസങ്കേതവും കണ്ടെത്താൻ സാധിക്കുകയുണ്ടായോ എന്നാണ് അള്ളാഹു ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. അപ്പൊ ഈ ഒരു ചരിത്ര പാഠം ബുദ്ധിയുള്ളവർക്ക്, കേൾക്കാനും മനസ്സിലാക്കാനും സന്നദ്ധതയുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഉത്ബോധനം തന്നെയാണ് എന്നാണ് അള്ളാഹു തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ. ലിമൻ കാന ലഹു ഖൽബുൻ, ഖൽബ് എന്നതാണ് അള്ളാഹു പലയിടങ്ങളിലായിട്ട് ആലോചനാശേഷി സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പദം. ഭാഷാപരമായിട്ട് ഖൽബ് എന്ന് പറഞ്ഞ ഹൃദയമാണ്. അപ്പൊ ഹൃദയത്തിലല്ലല്ലോ ആലോചന നടക്കുന്നത് എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ആധുനിക ശാസ്ത്രത്തിന്റെ സമീപകാല കണ്ടെത്തലുകൾ വളരെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. ഹൃദയത്തിനകത്ത്, ഹൃദയം രക്തം ശുദ്ധീകരിക്കുന്ന ഒരു പമ്പിങ് സിസ്റ്റം ആണെന്നുള്ളത് അതിനുള്ള ഒരു അവയവമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഫങ്ഷണൽ ബ്രെയിൻ ഹൃദയത്തിനകത്ത് പ്രവർത്തനക്ഷമമായിട്ടുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രം എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. ഇത് സംബന്ധമായ ശാസ്ത്ര നിഗമനങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്ന ലേഖനങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. ഹൃദയത്തിലാണ് ഒരു ഫങ്ഷണൽ ബ്രെയിൻ എന്ന വിധത്തിൽ ഒരു ഭാഗം പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ, പ്രതികരണങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുന്നത് ഹൃദയത്തിൽ നിന്നാണ് എന്ന ഒരു കണ്ടെത്തലാണ് ശാസ്ത്രം വെളിപ്പെടുത്തുന്നത്. മുമ്പൊരിക്കൽ ഇങ്ങനെ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോ നമുക്ക് അള്ളാഹുവിന്റെ വചനം ശാശ്വതമായ സത്യമായി മനസ്സിലാക്കാനേ വഴിയുള്ളൂ. മനുഷ്യന്റെ അറിവിന് ധാരാളം പരിമിതിയുണ്ട്. ഇനിയും പല കാര്യങ്ങളും ഹൃദയത്തിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടെത്തിയെന്ന് വരും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ചില പരിശോധനകളൊക്കെ നടത്തിയപ്പോഴാണ് ഈ കണ്ടെത്തലുകൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഹൃദയത്തില് ഒരു ഫങ്ഷണൽ ബ്രെയിൻ ഉണ്ട് എന്നാണ്. അതിന്റെ ഒരു ഹൃദയത്തിന്റെ ഒരു ഭാഗം തന്നെ അവര് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഹൃദയത്തിന്റെ ചിത്രത്തോടു കൂടി ഏത് ഭാഗമാണ് അത് ഈ നിലക്ക് ഒരു ഫങ്ഷണൽ ബ്രെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്നത് ഒരു ചിത്രങ്ങളുടെ ഒരു പിൻബലത്തോടു കൂടി തന്നെ അവർ വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോ ഹൃദയമുള്ള ആളുകൾ എന്നിവിടെ പറയുമ്പോൾ ആലോചനാശേഷിയുള്ള ആളുകൾ എന്ന് മനസ്സിലാക്കുകയാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. ഔ അൽഖസമ്മ വഹുവ ഷഹീദ്. ഇനി അതല്ലെങ്കിൽ സമ്മനെ കേൾക്കാൻ സന്നദ്ധതായ എന്ന് പറഞ്ഞാൽ കേൾവി പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ, ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ അത് കേട്ട് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്ന ആളുകൾ. വഹുവ ഷഹീദ് എന്ന് പറയുന്നത് ജാഗ്രതയോടെ, ശ്രദ്ധയോടെ അല്ലെങ്കിൽ കരുതലോടെ എന്ന് മനസ്സിലാക്കാം. ഷഹീദ് എന്ന് പറഞ്ഞാൽ സാക്ഷിയായിക്കൊണ്ട് എന്നൊക്കെയാണ് ഭാഷാപരമായ ആ പദത്തിന്റെ അർത്ഥം. സാന്നിധ്യത്തോടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി, ജാഗ്രതയോടുകൂടി എന്നൊക്കെ
പ്രയോഗത്തെ ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പം സശ്രദ്ധം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുന്ന തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പൂർവിക സമൂഹങ്ങളുടെ അനുഭവങ്ങൾ വളരെ പ്രയോജനകരമായ ഉത്ബോധനമാണ്, ഓർമ്മപ്പെടുത്തലാണ് എന്നാണ് അള്ളാഹു കൂടെ പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.